റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം എക്സാമിന് വേണ്ടി സ്കിൽ ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് സഹായകമാകുന്ന രീതിയിൽ മലയാളം ഷോർട്ട് ഹാൻഡ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജന രേഖകളാണ്. വ്യഞ്ജന രേഖകൾ എപ്പോഴും കട്ടി കുറഞ്ഞ രേഖകൾ ആയിരിക്കും. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് പഠിച്ചവർക്ക് വളരെ എളുപ്പമായിട്ട് മലയാളം ഷോർട്ട് ഹാൻഡ് പഠിക്കാനായിട്ട് കഴിയും. നമ്മുടെ പ്, ബ്, ച്, ജ്, ചെ, ജെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പോലെ തന്നെ മലയാളം ഷോർട്ട് ഹാൻഡിൽ പ, ത, ഡ, ച അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ സ്വരങ്ങൾക്കാണ് നമ്മൾ രേഖകൾ കൊടുക്കുന്നത്. അതിൽ രണ്ട് രീതിയിൽ നമ്മൾ എഴുതും. ഒന്ന് മുകളിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടോ അല്ലെങ്കിൽ വക്രരേഖ എന്ന രീതിയിലോ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ എപ്പോഴും വക്രരേഖകൾ എഴുതുമ്പോൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക, ഒരു വൃത്തം കൺസിഡർ ചെയ്യുക. ആ വൃത്തത്തിനെ 4ആയിട്ട് ഭാഗിച്ചാൽ അതിലെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ വക്രരേഖ രീതിയിൽ എഴുതുന്നത്. അപ്പോൾ ഈ മുകളിലോട്ട് ഒന്നെടുക്കൂ, ഈ ഒരു ഭാഗം മാത്രം, അതായത് ലൈറ്റായിട്ട് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ ഈ രേഖ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ രേഖ സൂചിപ്പിക്കുന്നത് ഇത് ല അല്ലെങ്കിൽ ളയാണ്. ല അല്ലെങ്കിൽ ള രണ്ട് ശബ്ദത്തെയും നമുക്ക് എൽ, നമ്മുടെ ഇംഗ്ലീഷിലെ എൽ എന്ന അല്ലെങ്കിൽ ല എന്ന പ്രൊനൗൺസിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ല അല്ലെങ്കിൽ ള എന്ന മലയാളത്തിൽ നമ്മൾ മുകളിലേക്ക് ഉള്ള വക്രരേഖ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഓരോ വക്രരേഖയും ഒന്നുകൂടി എഴുതി കാണിക്കാം. പ എന്നതിന് നമ്മൾ എല്ലാം കട്ടി കുറഞ്ഞ രേഖകളാണ് മലയാളം ഷോർട്ട് ഹാൻഡിലെ വ്യഞ്ജന രേഖകളിൽ നമ്മൾ എഴുതുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ എന്നതിന് പ, ഡ, ച. ക എപ്പോഴും ഇടത്തു നിന്ന് വലത്തോട്ട് ഒരു വരയാണ്. അത് വളരെ ലൈറ്റായിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇത് കായാണെങ്കിൽ ഇത് ഗായാണ്. അപ്പോൾ നമ്മൾ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തി വേണം എഴുതാൻ. സോ ഡാർക്കും അല്ലെങ്കിൽ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതുമായിട്ടുള്ള രേഖകൾ തിരിച്ചറിയുന്ന വിധത്തിൽ നിങ്ങൾ എഴുതി പരിശീലിക്കുക. ഭ എന്നുള്ള സ്വരത്തിന് വക്രരേഖയാണ്, ഒരു ചരിഞ്ഞ രീതിയിലുള്ള, അതായത് നമ്മുടെ ഈ ഒരു വക്രമാണ് അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ എഴുതുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും വളഞ്ഞു വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ര അല്ലെങ്കിൽ റ, നമ്മുടെ ഇംഗ്ലീഷിലും റേ അല്ലെങ്കിൽ ആർ എന്നുള്ളതിന് നമ്മൾ 2 സ്ട്രോക്കുകൾ എഴുതാറുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലും 2 രേഖകളാണുള്ളത്. ര അല്ലെങ്കിൽ റായ്ക്ക് പകരമായി ഈ 2 സ്ട്രോക്കുകളും ഉപയോഗിക്കാവുന്നതാണ്. അത് എഴുതുന്നത് ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇത് രായും അതുപോലെ മുകളിലേക്ക് വരയ്ക്കുന്നതും നമുക്ക് റ അല്ലെങ്കിൽ ര എന്നുള്ള ഒരു സ്വരത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വാക്ക് നമ്മൾ ഇംഗ്ലീഷിലെ വേ എന്നുള്ളതിന് പകരം ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. താഴെ നിന്നും മുകളിലേക്ക് എഴുതുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. യാ എന്നുള്ളത് ഈ ഹുക്കിനാണ് വ്യത്യാസം വരുന്നത്. വായും യായും മാറിപ്പോകാതെ പഠിക്കുക. ഇതാണ് യാ. പ്രത്യേകിച്ച് മലയാള അക്ഷരമാലയിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങളാണ് യായും വായും. അത് പ്രത്യേകം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വാ എന്നത് മുകളിലേക്ക് വായ തുറന്നിരിക്കുന്നതാണെന്ന് ഓർക്കുക. യാ എന്നത് നമ്മൾ യാ ഇങ്ങനെയല്ലേ എഴുതി തുടങ്ങുക. അപ്പോൾ ഇതേപോലെ തന്നെ യാ എന്ന് നമ്മൾ ഓർമ്മിക്കാം. ഇനി ഹായ്ക്ക് 2 ശബ്ദങ്ങളുണ്ട്. ഹേ സൗണ്ട് നമ്മൾ ഇംഗ്ലീഷിലെ 2 എണ്ണം എഴുതുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും 2 എണ്ണമാണ് ഉള്ളത്. ലൈറ്റായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നായും നായ്ക്കും നമ്മൾ മാ ശബ്ദത്തിന് മാ തന്നെയാണ്, നാ ശബ്ദത്തിന് നമ്മുടെ ഇംഗ്ലീഷിലെ നാ തന്നെയാണ്. വേറെ ഒന്നുമില്ല, ഇത് തന്നെ. ഇത്രയും കാര്യങ്ങൾ വ്യഞ്ജനത്തിൽ നിങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. താങ്ക് യു.